സോ ഇന്നത്തെ നമ്മുടെ എൻട്രി ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ സീരീസിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബെർണോളിസ് ഇക്വേഷൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, അപ്പോൾ അതിനിടയിൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay. Venturimeter is used to option A measure the velocity of the flowing liquid. Option B measure the pressure of flowing liquid. Option C measure the discharge of liquid flowing in a pipe. Option D to measure the pressure difference of liquid flowing between two points in a pipeline. അപ്പോൾ വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ബെർണോളിസ് ഇക്വേഷന്റെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ബെർണോളിസ് ഇക്വേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ബെർണോളിസ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം 3 ഹെഡുകളാണുള്ളത്. ടോട്ടൽ എനർജി അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ഫ്ലോ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെ പ്രധാനമായിട്ട് 3 ഹെഡുകളാണുള്ളത്. ഫസ്റ്റ് വൺ pressure head അല്ലെ. pressure head it is represented by the equation P by rho g. രണ്ടാമത്തതാണ് വെലോസിറ്റി ഹെഡ്. വെലോസിറ്റി ഹെഡിന് നമ്മൾ പറയുന്ന മറ്റൊരു പേര് ഡൈനാമിക് ഹെഡ് എന്നാണ്. ഡൈനാമിക് ഹെഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ V by 2g. തേർഡ് വൺ ഈസ് ഡേറ്റം ഹെഡ്. ഡേറ്റം ഹെഡിനെ നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? പൊട്ടൻഷ്യൽ ഹെഡ് എന്നും പറയാറുണ്ട്. ഡേറ്റം ഹെഡ് ഈസ് ഓൾസോ കോൾഡ് potential head. It is given by the equation Z അല്ലെ. അപ്പൊ ആസ് പെർ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ അങ്ങനെ എഴുതുന്നത് P by rho g plus V square by 2g plus Z is always constant. ഇങ്ങനെയാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. P by rho g pressure head ആണ്. V square by 2g is the velocity head or dynamic head. Z is the datum head or potential head. So P by rho g plus V square by 2g plus Z is equal to കോൺസ്റ്റന്റ്. അപ്പൊ രണ്ട് പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് പോയിന്റുകളിലും ബെർണോളിസ് ഇക്വേഷൻ ഫോർ ഐഡിയൽ ഫ്ലൂയിഡ് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 by rho g plus V1 square by 2g plus Z should be equal to P2 by rho g plus V2 square by 2g plus Z. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഒക്കെ പഠിച്ചിരിക്കുന്നത്. അതിന്റെ കൂടുതൽ ഡിസ്കഷൻ ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോ സെഷനിൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ചോദ്യം വെഞ്ചുറിമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ബെർണോളിസ് ഇക്വേഷൻ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ്. വെഞ്ചുറിമീറ്റർ ആയിക്കോട്ടെ, ഓറിഫൈസ് മീറ്റർ ആയിക്കോട്ടെ, പിറ്റോട്ട് ട്യൂബ് ആയിക്കോട്ടെ, ഇതൊക്കെ ബെർണോളിസ് ഇക്വേഷന്റെ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നമ്മുടെ ചോദ്യം വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ പർപ്പസ് എന്താണ്? എന്തിനാണ് നമ്മൾ വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതിന് നമ്മൾ ഈ രണ്ടാമത്തെ ഈ ഒരു ടാബ്ലാക്കോളം നമ്മൾ നോക്കുക. ഡിവൈസ് നമുക്ക് മോസ്റ്റ് കോമൺലി നമ്മുടെ എക്സാമ്പിൾക്ക് കാണാറുള്ളതാണ്. ഈ പറയുന്ന ഡിവൈസുകളൊക്കെ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യാറുള്ളത്? ഓർക്കുക, വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുക. ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലോ, അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ത് ഡിസ്ചാർജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ സീരീസിൽ തന്നെ പ്രീവിയസ് സെഷൻസിൽ നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഫ്ലോ നോസിൽ അല്ലെങ്കിൽ നോസിൽ മീറ്റർ എന്ന് പറയുന്നത്. ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനുള്ള മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഓറിഫൈസ് മീറ്റർ. ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനുള്ള മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് ബെൻഡ് മീറ്റർ. അതേപോലെ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് റോട്ടാമീറ്റർ. അപ്പൊ ഇത്രയും ഇൻസ്ട്രുമെന്റ്സുകൾ നമുക്ക് ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണുള്ളത്. മനസ്സിലാക്കിയിരിക്കുക. വെഞ്ചുറിമീറ്റർ, ഫ്ലോ നോസിൽ, ഓറിഫൈസ് മീറ്റർ, ബെൻഡ് മീറ്റർ, റോട്ടാമീറ്റർ, ഇത് പല പല എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റുകളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതേപോലെ പിറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്നത് കൊടുക്കുക, അത് വെലോസിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഫ്ലൂയിഡ് പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റില് ആ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്താണെന്ന് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? pitot tube use ചെയ്യുന്നത്. So pitot tube is an instrument which is used to measure the velocity of fluid at a particular point. അതേപോലെ ഹോട്ട് വയർ അനിമോമീറ്റർ എന്ന് പറയുന്നത് എയറിന്റെയും ഗ്യാസിന്റെയും വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹോട്ട് വയർ അനിമോമീറ്റർ. ക്ലിയർ ആണല്ലോ. അപ്പൊ മിനിമം നമ്മൾ ഇത്രയുമെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ ആ ഇൻസ്ട്രുമെന്റ്സ് എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്.
ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ ജസ്റ്റ് ബെർണോളിസ് ഇക്വേഷനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസും അത് ഏത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനാണ് ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സെഷനിൽ പുതിയൊരു കൺസെപ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.